മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് ലക്ഷങ്ങൾ മുടക്കി വിസ എടുത്ത് ഗൾഫിലെത്തി അവസാനം ദുരിതത്തിൽപ്പെടുന്നവരുടെ കഥകളാണ് ഇപ്പോൾ നാം കേട്ടത്. എന്നാൽ ഏറെ പണച്ചെലവുണ്ടെന്ന് കരുതുന്ന ഈ വിസ ഒരു ചെലവുമില്ലാതെ ലഭ്യമാക്കുന്ന ഒരു മലയാളി യുവാവിനെ ഈ പരിചയപ്പെടാം. ഗൾഫിലൊരു ജോലി എന്നത് ശരാശരി മലയാളി യുവാക്കളുടെ സ്വപ്നമാണ്. നാട്ടിൽ തരക്കേടില്ലാത്ത ജോലിയും വരുമാനവും ഉള്ളവർക്ക് പോലും കടൽ കടക്കാനാണ് മോഹം. പക്ഷേ യോഗ്യതയ്ക്കപ്പുറത്ത് വിസ എന്നൊരു കടമ്പ കൂടിയുണ്ട് ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന്. പണ്ട് വിസയും പ്രതീക്ഷിച്ച് മാസങ്ങൾ കാത്തിരിക്കണമെങ്കിൽ ഇന്നിത് ഒരു വിരൽത്തുമ്പകലെ മാത്രം. തൃശൂർ വടക്കേക്കാട് കല്ലൂർ സ്വദേശിയും ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയുടെ ഓപ്പറേഷൻസ് മാനേജറുമായ മുഹമ്മദ് ഫൈസലാണ് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ വിസ വീട്ടുപടിക്കലെത്തിക്കുന്നത്. അതും നയാ പൈസ ചെലവില്ലാതെ. പാവപ്പെട്ടവരെ എങ്ങനെ സഹായിക്കാമെന്ന ചിന്തയാണ് ഫൈസലിനെ ഇതിനെ പ്രേരിപ്പിച്ചത്. ഒത്തിരി പേരുണ്ട്. പാവപ്പെട്ട ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ കഴിയാവുന്ന ഒരു മേഖലയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ അത് ആ ഒരു റിക്വയർമെന്റ് വരുന്നത് എന്നിലൂടെ ആയതുകൊണ്ട് ഞാൻ കഴിയുന്നതും പാവപ്പെട്ട ആൾക്കാർക്ക് അവരെ കൊണ്ടുവരാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇതിനകം ഒരു 150 പേരോളം എന്നിലൂടെ വന്നിട്ടുണ്ട്. ഏജൻസി വഴിയല്ലാതെ അവര് ഇതുപോലെ ഒരു 2 നേരം ഭക്ഷണം കഴിക്കുക, അങ്ങനെ അത്തരം മാർഗമില്ലാത്ത ആൾക്കാർ പല മേഖല കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് അത്തരം ബുദ്ധിമുട്ടുന്ന ആൾക്കാർ. അപ്പൊ അവര് ഇവിടെ വന്നിട്ട് അവർക്ക് കൂടുതൽ ജീവിതത്തിന്റെ നല്ല ഭാഗങ്ങളിലേക്ക് എത്താനും അവരിവിടെ വളരെയധികം സന്തോഷമായിട്ട് അവരുടെ സംതൃപ്തി അവർക്ക് വളരെയധികം ഇതിലേക്ക് ഒരു പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. വിദഗ്ധ തൊഴിലാളികളെ കിട്ടാനായി മിക്ക കമ്പനികളും റിക്രൂട്ടിംഗ് ഏജൻസികളെ ഏൽപ്പിക്കുകയാണ് പതിവ്. ഇവർ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങുന്ന കാര്യം കമ്പനി അറിയുന്നത് വൈകിയായിരിക്കും. ഈ കടം തീർക്കാൻ കഷ്ടപ്പെടുന്ന തൊഴിലാളികളുടെ അവസ്ഥയിൽ നിന്നാണ് ഫൈസലിന്റെ വെബ്സൈറ്റ് രൂപം കൊണ്ടത്. തന്റെ കമ്പനിക്ക് ആവശ്യമായ തസ്തിക വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത് അതിലൂടെ ലഭിക്കുന്ന അപേക്ഷകരെ പരിഗണിക്കുന്നു. ഇതിനായി faisalpu.com വെബ്സൈറ്റിൽ പോയി ബയോഡാറ്റ ഇമെയിൽ ചെയ്യുക മാത്രമാണ് ഉദ്യോഗാർത്ഥി ചെയ്യേണ്ടത്. ഫോണിലൂടെയും നേരിട്ടും ഇന്റർവ്യൂ ചെയ്ത് ഉറപ്പുവരുത്തിയാൽ വിസ ഇമെയിൽ വഴി എത്തിക്കും. ഒരു ജോബ് സീക്കർ ഇപ്പൊ അയാൾ ട്രേഡ് നോക്കിയിട്ട് ഇപ്പൊ ഇലക്ട്രീഷ്യനോ മേസനോ ആണെങ്കിൽ അപ്പൊ അത് അയാൾ അതിൽ ആ കോൺഫിഡന്റ് ആണെങ്കിൽ അയാളുടെ ജോബിൽ കോൺഫിഡന്റ് ആണെങ്കിൽ അയാളുടെ പാസ്പോർട്ട് കോപ്പി അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ് അതുപോലെ അവരുടെ CV ബയോഡാറ്റ അവരെവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പണി അഡീഷണൽ ആയിട്ട് അറിയാം, എന്തൊക്കെ ലാംഗ്വേജ് സ്കില്ലുണ്ടോ, അല്ലെങ്കിൽ ബേസിക്കലി എന്തൊക്കെ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു CV അവർ നമുക്ക് അയച്ചു തരും. അതിന്റെ കൂടെ പാസ്പോർട്ട് കോപ്പി ഫോട്ടോ ഇതാണ് നമുക്ക് ആവശ്യം. ഇതുപോലെ ഓരോ കമ്പനിയും രംഗത്ത് വരികയാണെങ്കിൽ റിക്രൂട്ടിംഗ് ഏജൻസികളുടെയും ഇടനിലക്കാരുടെയും ചൂഷണങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാനാകുമെന്ന് ഫൈസൽ പറയുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗ്രാമപഞ്ചായത്തിനെ ഇന്റർനെറ്റിലാക്കിയതോടെയാണ് വടക്കേക്കാട് പഞ്ചായത്തുകാരനായ ഫൈസൽ വാർത്തകളിൽ ഇടം നേടുന്നത്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും IM വിജയന്റെയും വെബ്സൈറ്റ് നിർമ്മിച്ചതും യേശുദാസിന്റെ വെബ്സൈറ്റിലേക്കുള്ള CD-ROM ചെയ്തതും മലയാള സിനിമയെ ആദ്യമായി ഇന്റർനെറ്റിലെത്തിച്ചതും ഫൈസൽ തന്നെ. IT-യിൽ മാത്രമല്ല ചിത്രരചനയിലും അഭിനയത്തിലും തിളങ്ങുന്നു ഈ 36-കാരൻ. ഇതിനകം ഉസ്താദ്, പ്രേം പൂജാരി, മേരെ വാര്യത്തെ മാലാഖ കുട്ടികൾ, ആഭരണ ചാർത്ത് എന്നീ സിനിമകളിലും 24 ആൽബങ്ങളിലും വേഷമിട്ടിട്ടുണ്ട്.